അപ്പോൾ നമ്മളിന്ന് ഒരു ബിരിയാണി ഇവിടെയും ഉണ്ടാക്കും. അതായത് നമ്മൾ നമ്മുടെ നാട്ടില് കോഴിക്കോട് മേപ്പേര് നമ്മുടെ വീട്ടില് ഉണ്ടാക്കും. അപ്പൊ നമ്മള് മേപ്പയൂർ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി നമ്മൾ ആംസ്റ്റർഡാം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇന്ന് ഈ സാധനമൊക്കെ പിടിച്ച് ഞാൻ ഈ തോട്ടത്തിലെന്താ നിൽക്കുന്നതെന്ന്. ഇന്ന് നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ എപ്പോഴും ആംസ്റ്റർഡാമിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നും അവിടെ കുക്ക് ചെയ്യാൻ വളരെ കുറച്ച് സമയം മതിയെന്ന്. അതായത് 1 മണിക്കൂർ കൊണ്ടൊക്കെ തള്ളണതല്ല, ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. പക്ഷേ എനിക്കിന്നിട്ട് നാട്ടിൽ ഞാനത് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഇത് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട് തോന്നാറില്ല. അപ്പോൾ നമ്മളിന്ന് ഒരു ബിരിയാണി, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിരിയാണി നമ്മൾ ഇവിടെയും ഉണ്ടാക്കും. അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് മേപ്പേര് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും. ഇതേ ബിരിയാണി ഞാൻ ആംസ്റ്റർഡാമിൽ പോയിട്ടുണ്ടാക്കും. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര സമയ വ്യത്യാസമുണ്ട് ഈ 2 ബിരിയാണി ഉണ്ടാക്കുന്നത് തമ്മിൽ നിന്ന്. എൻ്റെ ഒരു എസ്റ്റിമേഷൻ പ്രകാരം ഓഫ് കോഴ്സ് ഇവിടെയാണ് കൂടുതൽ സമയം വേണ്ടതെന്നാണ്. കാരണം അവിടെ എല്ലാം കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണല്ലോ. എല്ലാം നമുക്കിങ്ങനെ പാക്കറ്റായി കിട്ടും. എല്ലാം കൂടെ എടുത്ത് മിക്സ് ആക്കിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അറിയില്ല, ലെറ്റ്സ് സീ. ഇത് ഞാൻ ജനറലൈസ്ഡ് ആയിട്ട് പറയല്ല, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അവിടെ ഭയങ്കര ഈസിയാണ് കുക്കിംഗ് എന്നുള്ളത്. അവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്നതൊക്കെ കുറവാണ്, പക്ഷേ കിട്ടുന്ന സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ കം ലെറ്റ്സ് സീ, നമുക്ക് ആംസ്റ്റർഡാം ബിരിയാണിയാണോ മേപ്പേർ ബിരിയാണിയാണോ ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കൈമ അരി, പിന്നെ ചിക്കൻ, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന. കുറച്ചും കൂടി ഉള്ളിയുണ്ട്, അത് നമ്മൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. പിന്നെ അത് മാത്രമല്ല നമ്മൾ പൊരിച്ച ഉള്ളി വേണമല്ലോ, പിസ്ത വേണം. അത് അമ്മ ഇവിടെ ഓൾറെഡി പൊരിച്ച് വെച്ചതുണ്ട്. അപ്പോൾ അതൊരു ചെറിയ കള്ളത്തരമാണ്, നമ്മളിപ്പോഴത്തെ സമയത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഉള്ളി ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ എന്താക്കും, ആംസ്റ്റർഡാമിൽ ഉണ്ടാക്കുന്ന സമയത്തും ഞാൻ ഉള്ളി നേരത്തെ ആക്കി വെക്കും. അപ്പോൾ ആ സമയം നമ്മൾ കണക്കിലെടുക്കില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ സമയം ഏകദേശം ക്ലോക്കും വച്ചൊന്നുമില്ല, ഇപ്പോൾ പറഞ്ഞേരേ ഒരു മിനിറ്റ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് തുടങ്ങാൻ. ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയ എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് 2 മണിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും 12 മണി. അപ്പം ഇനി വർത്താനും പ്രവർത്തനങ്ങളൊന്നുമില്ല, വേഗം ബിരിയാണി ഉണ്ടാക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. പിന്നെ ഇതിൻ്റെ റെസിപ്പിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു ചലഞ്ചാണല്ലോ, ഇതൊരു കുക്കിംഗ് വീഡിയോ ക്ലാസ് അല്ലല്ലോ ഇത്. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. സോറി, ഞാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു, ഉണ്ടാക്കുകയല്ല ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ അളവ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, കാരണം എനിക്ക് അളവ് അമ്മയാണ് എടുത്തു തരുന്നത്. ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ കാര്യം, ഈ വീഡിയോയിൽ ഞാൻ മാത്രമല്ല അതിൽ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ എന്നെ സഹായിക്കാൻ അമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അമ്മ എന്ന് പറയുന്നതും ഷൈജേച്ചി എന്ന് പറയുന്നതും ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് 2 ആൾക്കാർ സഹായിക്കാനുണ്ടെന്ന്. ഇല്ല, ഒരാളേ ഉള്ളൂ. പക്ഷെ അമ്മ ക്യാമറയുടെ പിന്നാമ്പുറത്ത് നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളായതുകൊണ്ട് കൈകൾക്ക് അടിക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. കൈകൾ വീഡിയോയിൽ വരുമെന്ന് പറഞ്ഞാൽ അമ്മ കൈയൊന്നും കൂടെ കഴുകാൻ പോയിട്ട് വളയൊക്കെ ഇടാൻ പോയി. എന്താണ് എൻ്റെ കയ്യില ഒന്നത്തെ മരുമോളെ വളയിടിക്കുന്ന അമ്മ. ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഏറ്റവും കറക്റ്റായ ഫീഡ്ബാക്ക് തരുന്ന ആളാണ് ഷൈജേച്ചി. കാരണം അമ്മ കാണാത്ത യൂട്യൂബ് ചാനലുകളില്ല. നിരവധി യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ട് അമ്മയ്ക്ക് അറിയാം എന്താണ് ആൾക്കാർ കാണുക. അപ്പം എന്ന് പറയും ഞങ്ങളുടെ വ്ളോഗുകളൊന്നും ആൾക്കാർ കാണാൻ പോകുന്നില്ല എന്ന്. നിങ്ങൾ കാണണം, ഇതല്ല ട്രാവൽ വ്ളോഗ് കാണണം. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആംസ്റ്റർഡാമിലാകുമ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ അതിലുള്ളതുകൊണ്ട് ഇവിടെ അതിലുള്ള വീഡിയോ പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടെ അമ്മയാണ് എന്നെ സഹായിക്കുന്നത്. ഞാനിത് മുറിക്കുമ്പോൾ അമ്മ അപ്പുറത്ത് കുറച്ചും കൂടെ ഉള്ളി മുറിക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറച്ചും കൂടെ ഫാസ്റ്റായിരിക്കും അതിലിനേക്കാളും. പിന്നെ ഇതിലൊക്കെ ഉപരി ഇവിടുന്ന് നമ്മൾ സാധനം മേടിച്ച് ഇപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കനൊന്നും കഴുകാനുള്ള സമയമൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ചോരയൊക്കെ ആയിട്ടല്ലേ കിട്ടുക, അപ്പോൾ നമ്മൾ എന്തായാലും കഴുകുമല്ലോ. അങ്ങനെ കഴുകുന്ന സമയമൊന്നും നമ്മൾ കണക്കിലെടുത്തിട്ടില്ല. അവിടെ നമുക്ക് ക്ലീനായി പ്രോസസ്ഡ് ചിക്കനാണ് കിട്ടുക. അപ്പോൾ ജസ്റ്റ് അത് കട്ട് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി.
അപ്പം അങ്ങനത്തെ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പം ഇവിടുത്തതിൽ ആ സമയമൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി അരിഞ്ഞ് സെറ്റായിരിക്കുകയാണ്. സമയം 12:25. 12 മണിക്ക് തുടങ്ങിയാണ്. 25 മിനിറ്റ് എടുത്ത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വൃത്തിയാക്കി വന്നപ്പം ഞാൻ അരിഞ്ഞത് അമ്മ അരിഞ്ഞത് നോക്ക്. അമ്മ അരിഞ്ഞത് ഈ ഉള്ളി വറക്കാനെടുക്കുന്ന പോലത്തെ അത്രയും തിന്നായിട്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി സുജാതയുടെ മിക്സിയാണ് നമ്മൾ എടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മൾ ഗരം മസാല പൊടിച്ചു വെച്ച അതേ ഇതിൽ തന്നെ അങ്ങോട്ട് എടുക്കാം. ഇവിടെ നമുക്ക് സെറ്റപ്പ് കസാരയൊക്കെ ഉണ്ട്, നമുക്ക് ഇരുന്ന് കുക്ക് ചെയ്യാം. അടിപൊളി ഉരുളിയല്ലേ. ഇതൊന്നും അവിടെ ഇല്ല. ചീനിച്ചട്ടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റാൻ വെക്കുന്ന സമയത്ത് നമുക്ക് നെയ്ച്ചോറിൻ്റെ ചോറ് വെക്കാം. ഉള്ളിയാവുന്ന സമയത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാം. നെയ്ച്ചോറ് വെക്കാനുള്ള 2 ഗ്ലാസ് അരിയാണ് നമ്മളെടുത്തത്. അപ്പം 4 ഗ്ലാസ് വെള്ളം. ഉള്ളി കുറച്ചും കൂടെ ആകണം, പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിപ്പം തന്നെ ഇത് ഇടുകയാണ്. ഇത് നമുക്ക് ഒരുമിച്ച് ആവാൻ വെക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ ബേസിക്കലി ഒരു തലശ്ശേരി ബിരിയാണി എന്ന് പറയാമോന്ന് എനിക്കറിയില്ല. തലശ്ശേരി ബിരിയാണി ടൈപ്പ് തന്നെയാണ്. മുളക് പൊടി വളരെ കുറച്ചല്ലേ, ബേസിക്കലി ഇല്ല, അതിലുണ്ടാവാറില്ല. പക്ഷെ എനിക്ക് അത് നിറത്തിന് വേണ്ടി കുറച്ച് മുളക് പൊടി ചേർക്കും. മെയിൻ എരിവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് എന്നുള്ളതാണ്. പച്ചമുളക് ഇസ് ദ കീ സ്റ്റാർ. നമുക്ക് അതിലേക്ക് ഒരു ഇച്ചിരി മുളക് പൊടി, പേരിനൊരു മുളക് പൊടി ഇട്ടതാണ്. ഇട്ട ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ ആവുന്നു, അവിടെ വെള്ളം തുള്ളുന്നു. ആ തുള്ളിയ വെള്ളം എടുത്ത് നമ്മളിപ്പോൾ അരി ഉണ്ടാക്കും, ചോറുണ്ടാക്കും. വെള്ളം തുള്ളി. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് അരിൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്യാം. എനിക്കിതൊക്കെ അമ്മ ഇവിടെ എടുത്ത് തരുന്നുണ്ട്, അവിടെ ഇങ്ങനെ എടുത്തു തരാൻ ആരും ഉണ്ടാവില്ല. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. സമയം 12:50. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 50 മിനിറ്റ് ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി നല്ല പോലെയുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആരും കണ്ടിട്ട് പേടിക്കരുത്. ഇനി ക്യാമറയിൽ കുറച്ച് നേരം നിങ്ങൾ കാണാൻ പോകുന്നത് ഷൈജേച്ചിയുടെ കൈകളാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി അമ്മ നെയ്യിൽ വാട്ടിക്കോരി തരുന്നതാണ്. കൈകൾ കാണിച്ചു കൊടുത്ത് കൺസെൻ്റ് ഇല്ലാതെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മുഖം കാണിക്കാൻ പറ്റില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ റെഡി. അവിടെ ബിരിയാണിയുടെ മസാല ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കൈ കണക്ക് തന്നെ കഴുകി വച്ച അരി, 2 ഗ്ലാസ് അരി. പ്രത്യേകം ശ്രദ്ധിക്കണം, കൈമ അല്ലെങ്കിൽ ജീരകശാല അരി, അതാണ് നമ്മൾ ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അരി കുറേയൊന്നും വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഉപ്പ് കൂടിപ്പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അവിടുത്തെ ഉപ്പും ഇവിടുത്തെ ഉപ്പും വ്യത്യാസമുണ്ട്. അവിടെ കുറേ ഉപ്പിട്ടാലേ നമുക്കിങ്ങനെ ഉപ്പ് തോന്നുള്ളൂ. അപ്പോൾ ആ കണക്കിനാണ് ഞാനിവിടെ ഉപ്പിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ല. ഇനി നമ്മൾ അളന്നെടുത്ത് തിളപ്പിച്ച് വെച്ച വെള്ളവും ഇതിലേക്ക് ഒഴിക്കാം. തിളച്ച വെള്ളം ഒഴിക്കണേ. എന്നിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് നമ്മൾ എന്തിനാ ഒഴിക്കുന്ന, അതായത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ഒന്ന് മൂടി വെക്കാം. ഇനി അത് ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. മൂടി വെച്ചിട്ട് കുക്കറിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. നമ്മൾ 2 ഗ്ലാസ് അരി എടുത്ത് അപ്പോൾ 4 ഗ്ലാസ് വെള്ളം. എന്നിട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ. അപ്പോൾ നമ്മൾ മീൻ വൈൽ ഇവിടെ തക്കാളി, ക്യൂട്ട് പാത്രമായിട്ടില്ലേ, നമ്മൾക്കെല്ലാം ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസാണ്. തക്കാളിയും കുറച്ച് തൈരും, ഇതിനാണ് ഗ്രേവിയൊക്കെ ഇങ്ങനെ വരും, സൂപ്പറാവും. മല്ലിച്ചപ്പ് മുപ്പതിരിക്കുന്ന കൈ കൊണ്ട് അലിഞ്ഞു പോകുമല്ലോ. ഇവിടെ ഉള്ളവർക്ക് അത്ര മല്ലിച്ചപ്പ് ഇഷ്ടമല്ല. ഇവിടുത്തെ അച്ഛന് ഒരു വശത്ത് ചോറാവുന്നു, മറുവശത്ത് ഗ്രേവി ആവുന്നു. ഇത്രയും നേരം ഇതിൽ ആൾക്കൂടിയുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അപ്പം നമ്മളിനി ഇതിലേക്ക് ഗരം മസാല ഇടും. അമ്മ ഇവിടെ പൊടിച്ച്
വെച്ച നല്ല സൂപ്പർ ഗരം മസാലയുണ്ട്. പിന്നെ നമ്മുടെ പിസ്ത അമ്മ ഓൾറെഡി പൊരിച്ചു വെച്ചോണ്ട് ഞാനിങ്ങോട്ട് ലാവിഷായി ഇടുന്നു. ഗരം മസാല ടൈം. അപ്പോൾ ഇതാണ് ഈ ബിരിയാണിയിലെ മെയിൻ ഐറ്റം, ഗെയിം ചേഞ്ചർ. ഇത് അത്ര സ്ട്രോങ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. കുറച്ചും കൂടെ വട്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കണം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞങ്ങളുടെ ഇളക്കാൻ പറ്റുള്ളൂ. നിങ്ങളിൽ എത്ര പേരുണ്ട് കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ് ചെയ്യുന്ന? ഞാൻ അല്ലെ പിന്നെ ഇതെല്ലാം പിന്നെ ബാക്കിയാവില്ലേ? ഇപ്പോൾ എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ആ സമയം കൊണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടാം കേട്ടോ. മണിക്കുട്ടി 1 മണി. ചിക്കൻ ഇങ്ങനെ കിടന്ന് ഇളക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പാത്രത്തിനെ കുറച്ച് ചതിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ട്. ഞമ്മയമ്മ അപ്രൂവ് ചെയ്യുമോ എന്നുള്ളത് അറിയണം. പേടിയാണ്, എനിക്ക് ടെൻഷനാണ്. ആദ്യമായിട്ട് അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ടേസ്റ്റ് നോക്ക് നീ ഒന്ന്. അവിടെ ഉണ്ടാക്കുന്നവരുണ്ടോ? ഉപ്പ് കുറവോ? ഇപ്പം അധികമാണ്. നീ ഉപ്പിടൂലേ? അമ്മ പറയുന്ന തൈരൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും എന്നാണ്. ഞാനൊന്ന് അമ്മേനെയും കൊണ്ടും കൂടെ ഉപ്പ് നോക്കിക്കും. കാരണം എനിക്ക് കുറച്ച് ജലദോഷം ആയതുകൊണ്ട് ഉപ്പ് അത്രയും കൂടെ മനസ്സിലാവുന്നില്ല. അപ്പം ഈ സാധനം ഏകദേശം ഒരു 5 more minutes. ഇത് റെഡി. കുക്കർ നമ്മൾ ഓഫാക്കി. കുക്കറിൻ്റെ ശിശി സൗണ്ട് മാറുമ്പോൾ നമ്മൾ തുറക്കും. പിന്നെ നമ്മൾ ആ കൂടെ ലെയർ ചെയ്താൽ മതി. ഇനി ഈ ബിരിയാണി ഉണ്ടാക്കലിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ഈ കുക്കർ തുറന്നിട്ട് ഇത് രണ്ടാവാം. ഒന്നിക്ക് അതൊരു കഞ്ഞിയാവാം, അല്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാവാം. നൈസ് നൈസ് നൈസ്. തൊട്ട് വരുന്നുണ്ടോ നോക്കാമേ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. സൂപ്പർ. ഇതിൻ്റെയൊക്കെ മണമുണ്ട്. ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യും. കാരണം നമ്മൾ ആ നെയ്യ് ആദ്യം എടുത്തത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചല്ലോ. ബിരിയാണിയുടെ ഒരു 90% മാജിക് എന്ന് പറയുന്നത് അരിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അരി കറക്റ്റ് വേവിച്ച് സെറ്റായി കിട്ടിയാൽ തന്നെ പകുതി സമാധാനം. പിന്നെ മസാല പലതരത്തിലുള്ള മസാലയൊക്കെ നമുക്ക് മസാല കൂടിപ്പോയ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുമ്പോൾ പിന്നെ അടിക്കും ആൾക്കാരില്ല. നമ്മുടെ ആൾക്കാരുടെ ഇവിടുത്തെ ക്രിയേറ്റിവിറ്റി നോക്കണേ. ഇത് ഇവിടുത്തെ പഴയ സ്റ്റവിൻ്റെ യൂസ് ചെയ്യാൻ പറ്റാത്ത റിങ്ങാണ്. അമ്മ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡൊക്കെ എടുത്ത് വെക്കില്ലേ, അത് വെക്കാനുള്ള സ്റ്റാൻഡാക്കി. അവിടെ ഇങ്ങനത്തെ DIY സൊല്യൂഷൻസ് ഒക്കെ വളരെ കുറവാണ്. ആൾക്കാർ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയി പോകുന്നു, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്താണോ അതിന് ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ DIY ആണ്, ഫുൾ ക്രിയേറ്റിവിറ്റി. നൗ ഇറ്റ്സ് ലെയറിങ് ടൈം. വെട്ടി കൊടുത്തിട്ട് വേണേൽ നമ്മൾ അരിയിടാൻ. അപ്പം നമ്മൾ ഒരു ലെയർ ചിക്കനും റൈസും ഇട്ടു. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും വേണം. ഒരു ഇച്ചിരി ഗരം മസാല, ഒരിച്ചിരി ഗരം മസാല, ഒരു പിഞ്ച്. ഞാനിപ്പോഴും ഒരു ഇച്ചിരി മസാല ബാക്കി വെക്കും. ആർക്കെങ്കിലും മസാല കൂടുതലുള്ള ചോറ് വേണമെങ്കിൽ അവർക്ക് എടുക്കാൻ വേണ്ടി. ഒഫ്കോഴ്സ് അതപ്പോൾ ദം ചെയ്തിട്ടുണ്ടാവില്ല. ടോപ്പ് ലെയറിലും പിഞ്ച് ഓഫ് ഗരം മസാല. പിഞ്ച് ഇതുകൊണ്ട് ഇപ്പോൾ 3 പിഞ്ചായി. ഇറ്റ്സ് ഓക്കെ. അഗെയിൻ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, കോഴ്സ് നമ്മുടെ കുറച്ച് പിസ്ത. ഓക്കെ, ഇനി നമുക്ക് ദം ചെയ്യാൻ വെക്കാം. ജസ്റ്റ് ചൂടാക്കുന്നേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് നമ്മൾ കനലൊന്നും ഇടുന്നില്ല. നമ്മളിവിടെ ദമ്മ് ആവാൻ വെച്ച നേരത്തിന് നമുക്ക് ഒരു ചമ്മന്തി കൂടെ അരയ്ക്കാം. ബിരിയാണിക്ക് ചമ്മന്തി ഇല്ലാണ്ട് എങ്ങനെയാണ്? അച്ചാർ തന്നെ ഓൾറെഡി ഉണ്ട്. പപ്പടം കാച്ചണം. ഈ ചമ്മന്തി അരയ്ക്കേണ്ട തേങ്ങ എങ്ങനെ വന്നു? നമ്മൾ ആദ്യം പോയി തേങ്ങ എടുത്ത് അത് പൊളിച്ച് അത് വെട്ടി ഇനി അത് രാവണം. ഇതിനായി 10 മിനിറ്റ്. സമയം ഇപ്പം എത്രയെന്ന് അറിയോ? 1:40. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ ചൂട്. അപ്പം ചൂടിന് നമ്മൾ ഇപ്പം കാര്യമായിട്ടുള്ള പണിയെന്ന് പറയാം. പുറത്തൊന്നുമല്ലല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത്, വീടിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കുമ്പോൾ. പക്ഷെ നമ്മൾ ചൂടെടുത്ത് വേർത്തിട്ട് നമ്മൾ തളരും. ഇത് അവിടെ ഇല്ല. അവിടെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിവിടെ വേർത്ത് കുളിച്ച് ഒന്ന് ക്ഷീണിക്കുന്നുണ്ട്. അപ്പം എല്ലാം സ്ലോ ആവുമല്ലോ. നമ്മൾ ദം വെച്ച ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. ചിക്കൻ മന്തിക്കൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല.
വന്നിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചമ്മന്തിയും പപ്പടവും കൂടെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി, പപ്പടം, സാലഡ്, ചമ്മന്തി ആക്കി വന്നപ്പോഴത്തേക്ക് സമയം 2 മണി. അതായത് കറക്റ്റ് നമ്മൾ 12 മണിക്ക് തുടങ്ങി വിത്ത് അമ്മാസ് ഹെൽപ്പ് 2 മണിക്കൂറാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഈ ബിരിയാണിയുടെ റിവ്യൂ അതിൽ പറയുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാവും എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അതിൽ പറയുന്നതാണ്. നമുക്ക് അച്ഛൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ട് നോക്കാം. അത് തന്നെ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചമ്മന്തി അച്ഛൻ്റെ ചമ്മന്തി ഇത് മാറി അമ്മയുടെ ചമ്മന്തി ആയിട്ടുണ്ട്. കുറച്ച് ചിക്കൻ എടുക്കാം. ചിക്കൻ നമ്മുടെ അത്ര സോഫ്റ്റ് അല്ല, അത് ചിക്കൻ മാറിയത് കൊണ്ട് തന്നെ ആവാം കേട്ടോ. കുറച്ച് പീസായിട്ടാണ് ചിക്കൻ വരുന്നത്. കൊള്ളാം. അതിൻ്റെ മസാലയും എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സും ആ സാധനങ്ങളൊക്കെ കൊള്ളാം. കുറച്ചുകൂടെ ഒന്ന് ഉപ്പാവാന്ന് തോന്നുന്നു, പക്ഷേ ഉപ്പ് കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. വെറുതെ ഉള്ള ഉപ്പൊക്കെ അടിച്ച് ചേരുന്നുണ്ടല്ലോ. 10 ഞാനൊരു 7 മാർക്ക് കൊടുക്കും. ഇതിനേക്കാളും നല്ലത് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു ശീലം കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബിരിയാണി കൂടെ കഴിക്കാം. മേപ്പയൂർ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഉണ്ടാക്കിയ ബിരിയാണി 2 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആംസ്റ്റർഡാം ചെന്നിട്ട് കാണാമേ അവിടുത്തെ ബിരിയാണി എത്ര മണിക്കൂർ എടുക്കുന്നു. അപ്പൊ നമ്മള് മേപ്പയൂർ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കാറുള്ളൂ. ഇനി നമ്മൾ ആംസ്റ്റർഡാം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് കാലം താമസം വന്നു ആ വീഡിയോ ഈ വീഡിയോ തമ്മില്. നമ്മുടെ മടിയും പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മള് ഏകദേശം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടാക്കിയ അതേ ക്വാണ്ടിറ്റിയിൽ 2 ഗ്ലാസ് അരി അതേ ബിരിയാണി ഉണ്ടാക്കാനുള്ള സമയമാണ് നമ്മൾ നോക്കുന്നത്. അന്ന് നമ്മൾ 12 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പൊ 12:30 ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് സെറ്റപ്പ് ഒക്കെ കൂടെ കഴിഞ്ഞപ്പോ ഞാൻ അതിൽ മാത്രമല്ലേ ഉള്ളൂ. മറ്റേത് അമ്മ ഉണ്ടായിരുന്നല്ലോ അവിടെ ഹെൽപ്പ് ചെയ്യും. അമ്മയെ ഞാൻ വളരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഈസി ആയിട്ട് റിലേറ്റീവ്ലി ഈസി ആയി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചിക്കൻ കിട്ടുമ്പോൾ കഴുകണം, അതൊക്കെ ചെയ്യണം. ഐ മീൻ ഇപ്പൊ നമ്മളൊരു ലുലുലൊക്കെ പോയി കഴിഞ്ഞ് അങ്ങനെ സാധനം മേടിക്കും, അല്ലെങ്കിൽ ഈ ഡെലിവറി ഒക്കെ ചെയ്യുന്നത് ക്ലീൻ ആയിട്ടുള്ളതാണ് കിട്ടുക. പക്ഷെ നമ്മൾ സാധാരണ ഞാനിപ്പോ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ അവിടുത്തെ ജീവിതം ഇവിടുത്തെ ജീവിതമാണ്. അപ്പൊ അവിടെ നമ്മുടെ ഒരു നാട്ടില് നമുക്ക് കിട്ടുന്ന എന്താ കടയിൽ പോയിട്ട് മേടിക്കുന്ന ചിക്കനാണ്. അപ്പൊ ഇവിടുന്ന് മേടിച്ച് ഇന്നലെ കട്ട് ചെയ്ത് കിട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്ന് മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പൊ അതാണ് ചിക്കൻ. പിന്നെ ഉള്ളി, തക്കാളിയൊക്കെ ഉണ്ടല്ലേ, ഈ വെളുത്തുള്ളി തന്നെ എന്തൊരു വലിപ്പം നോക്ക്. ഇപ്പൊ അത് തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആണ്. കാരണം അവിടുത്തെ കുഞ്ഞു ഉള്ളി മുറിക്കാൻ തന്നെ നമുക്ക് 10 മിനിറ്റ് വേണം. ഇതിങ്ങനെ ആക്കിയ പരിപാടിയായിരുന്നു. അങ്ങനത്തെ കുറച്ച് എളുപ്പങ്ങളും കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആംസ്റ്റർഡാം ബിരിയാണി ഉണ്ടാക്കാൻ. ഞാൻ ഈ മേപ്പയൂർ ബിരിയാണി, ആംസ്റ്റർഡാം ബിരിയാണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോഴിക്കോടൻ ബിരിയാണി സ്റ്റൈലാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അത് മേപ്പയൂരിൽ ഉണ്ടാക്കിയതുകൊണ്ട് അതിന് മേപ്പയൂർ ബിരിയാണി എന്നും ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതിന് ആംസ്റ്റർഡാം ബിരിയാണി എന്നും പറയുന്നത്. അപ്പൊ ഇനി ഈ ഫ്രെയിമിലേക്ക് അതിൽ വേഗം കടക്കേണ്ടതാണ്. കാരണം അവിടെ എനിക്ക് ഉള്ളി മുറിച്ചാൽ അമ്മ ഉണ്ടായിരുന്നല്ലോ. അല്ലെ അപ്പൊ നമ്മള് ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? വിശക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അരിഞ്ഞു തീർക്കാന്നുള്ളതാണ് നമ്മളുടെ യജ്ഞം. ഉള്ളത് പറയണല്ലോ, അതിൽ നന്നായി ഉള്ളി മുറിക്കും. എന്തിനു പറ്റുമെന്നറിയില്ല. പ്രശ്നമായി അതിലത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വെളുത്തുള്ളി ശരിയാക്കാം. ആക്ച്വലി ഉള്ളി വേഗം മുറിച്ച് കിട്ടുന്നതാണ് ലാഭം. ഞാനൊരു കട്ടിംഗ് ബോർഡ് കൂടെ ഇടുന്നുണ്ട്. വലിയ ഉള്ളിയാണ് ഇവിടെ. വെളുത്തുള്ളിയാണെങ്കിൽ തന്നെ സവോള ഇവിടെ വലുതാണ്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇവിടെ വലുതാണ്. അപ്പൊ ജസ്റ്റ് കണ്ടോ, ഇവിടെ ഒന്നിങ്ങനെ നമ്മള് ഇതാക്കിയാൽ തന്നെ തോല് പൊളിച്ച് അങ്ങ് വരും. സടേന്ന് സിമ്പിൾ ആയിട്ട് വരും. അപ്പൊ ഞങ്ങള് ഷെഡേന്ന് ഉള്ളി കുറച്ച് നിങ്ങൾ കണ്ടല്ലോ. ഇത് ഞാൻ വീണ്ടും ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ആദ്യത്തെ വട്ടത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, അതേ സെയിം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ആ കൂടെ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. നമ്മുടെ ലിവിംഗ് ഏരിയ തന്നെയാണ് നമ്മുടെ കിച്ചൺ. പക്ഷെ ആ കിച്ചൺ ഭയങ്കര ഈ മാഗ്ഡിയിലൊക്കെ കിച്ചൺ ഉണ്ടാവില്ലേ, ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അതുപോലെയാണ് ഇവിടുത്തെ കിച്ചൺ. അതായത് താഴെ ഡിഷ് വാഷർ, ഇവിടെ സിങ്ക്, ഇവിടെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പാത്രം കുക്ക് ചെയ്യാനൊക്കെയുള്ള അരിയാനൊക്കെയുള്ള റീജിയൻ, പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റവ്, അതിന്റെ അടിയിൽ അവൻ, പിന്നെ നമ്മുടെ മസാല സാധനങ്ങളൊക്കെ വെക്കേണ്ടതൊക്കെ ഇവിടെ. നമ്മുടെ നാട്ടില് എനിക്ക് തോന്നിയിട്ടുള്ളത്
അടുക്കള ഐ മീൻ ഇപ്പൊ മോഡുലാർ കിച്ചൺ ആയി വരുന്നുണ്ട്, പക്ഷെ സാധാരണ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള അടുക്കള എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അടുക്കളയല്ലേ. അപ്പം നമ്മൾ ഓടി നടന്ന് തന്നെ കുറെ നേരം പോകും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഉണക്കുക, ഇവിടെ ഉണക്കുക, ഇവിടുന്ന് സാധനം എടുക്കുക, ഇവിടുന്ന് എടുക്കുക, ഇവിടുന്ന് എടുക്കുക, ഇടുക. ഐ മീൻ ഈ ഒരു മൂവ്മെന്റിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതും നമ്മളെ കുറച്ച് ലെസ് ടയേർഡ് ആക്കും. നമ്മള് ഇപ്പൊ കുക്കിംഗ് നാട്ടിൽ ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നാതിരിക്കാൻ അതും ശരിക്കും ഒരു ഫാക്ടറാണ്. ഇപ്പൊ കുഞ്ഞു കാര്യമാണ് ആലോചിക്കുമ്പോൾ, ഇത്രയും സെറ്റിൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആലോചിക്കുമ്പോൾ പോലും ഒരു മാറ്റം തന്നെയാണ്. പിന്നെ ഈ ഇപ്പൊ വേസ്റ്റ് കളയുന്നത്, വേസ്റ്റ് എല്ലാം നമ്മൾ മറ്റേത് ഒരു പറമ്പത്ത് നമ്മളെ കൊണ്ട് കളയണം, ഇവിടെ എല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ട് പിക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കൊടുക്കുക. അങ്ങനെ കുറെ കുഞ്ഞു വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ജനറലി നമ്മള് ലൈഫ് അറ്റ് അബ്രോഡ് കാണുമ്പോൾ കുറച്ചും കൂടെ ഈസിയർ അല്ലെ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നു. ഇപ്പൊ എന്നോട് തന്നെ ഇപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിലും അമ്മയ്ക്കും അവിടെ നീ അതൊക്കെ ചെയ്യുമല്ലോ, ഇവിടെ വന്നു കഴിയുമ്പം ചെയ്യില്ല എന്നല്ല, അവിടെ വന്നു കഴിയുമ്പോ ആ ഒരു എനിക്ക് തന്നെയാണെങ്കിലും ഒരു മടിയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺവീനിയൻസ്, ഐ മീൻ ഇവിടെ നമ്മൾ അതിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്, ഐ മീൻ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, അപ്പൊ ആ പൈസ നമ്മളിവിടെ ചെലവാക്കുന്നുണ്ട്. ആ ചെലവാക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൺവീനിയന്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്നത്. ഇപ്പം ചിക്കൻ ആണെങ്കിൽ മേടിക്കാൻ കിട്ടുന്നു, മറ്റേ മല്ലിച്ചപ്പ് പുതിയനൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഒരു പാക്കറ്റിൽ കിട്ടുന്നു, ജസ്റ്റ് എടുത്ത് ചോപ്പ് ചെയ്യാം, അങ്ങനത്തെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഈ കൺവീനിയൻസിന് അതിന്റെ കോസ്റ്റ് ഉണ്ട്, പക്ഷെ ദാറ്റ് വിൽ മേക്ക് യുവർ ലൈഫ് ഡെഫിനറ്റ്ലി ഈസിയർ. അതാ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന ടോപ്പിക്കിനാണ് ഞാൻ വ്യതിചരിക്കുന്നത് അല്ലേ. ആദ്യത്തെ പരിപാടി ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഉള്ളി അങ്ങോട്ട് വഴുത്താൻ വെക്കാം. അത് വഴുന്ന് വരാനാണല്ലോ ഈ ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. അപ്പൊ അതാവുന്ന നേരത്തിന് നമുക്ക് ബാക്കിയുള്ള നെയ്ച്ചോറ് വെക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാം. പിന്നെ ആസ് ഐ സെഡ്, കുക്കിങ്ങിന്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ക്ലീനിങ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രിക്കർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ സമയമൊക്കെ എന്താണ്, നമ്മുടെ ഉള്ളി അവിടെ ഇരുന്ന് ആവുന്നുണ്ട്. ആ സമയത്താണ് നമ്മളിത് ചെയ്യുന്നത്. ക്രിക്കർ ആക്കി കിട്ടിയിട്ടുണ്ട്. ഏതാ തുറക്കാതെ അടച്ച് തന്നെ വെക്കാം, മണം അവിടെ ഇരുന്നോട്ടെ. സവാള ഏതാണ്ട് റെഡിയായി. ഒരു 5 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്യാപ്പില് നെയ്ച്ചോറ് വെക്കാം. മണിക്കുട്ടി ഓടുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ വീട്ടില് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു കിച്ചൺ എയ്ഡ് ആണ് കേട്ടോ, കൂട് വെക്കാൻ. പക്ഷെ ഇതിന്റെ ഭംഗി കാരണം എനിക്കത് ഉപയോഗിക്കാനും തോന്നുന്നില്ല. അത് ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കും. പക്ഷെ അത് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ വിളിക്കുന്ന സമയത്ത് മൊബൈൽ സ്റ്റാൻഡായിട്ട് മൊബൈൽ അവിടെ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് നമുക്ക് ഇങ്ങനെ നടക്കാമല്ലോ. അപ്പൊ നല്ലൊരു ആംഗിൾ അത് അവിടെ ഇരിക്കും. ആംഗിൾ വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ അത് വെർട്ടിക്കല് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കബോർഡ് പോലെ ഇരിക്കുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഫ്രിഡ്ജും. അപ്പൊ ഫ്രിഡ്ജിനായിട്ട് നമ്മള് ശരിക്കും ഞങ്ങളുടെയൊക്കെ വീട്ടില് വേറൊരു മുറിയിൽ, അപ്പുറത്തെ മുറിയിലേക്ക് പോകണം ഫ്രിഡ്ജിനായിട്ട്. ഇതും ഈ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ 2 അടി ഒരു ഇവിടെ നിന്നിട്ട് 2ാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് പോയി. ഞാൻ എന്തിനാ എത്ര ഓവർ ആക്കുന്നത് നിങ്ങൾ വിചാരിക്കട്ടെ. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഐ മീൻ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, മറ്റേ അറ്റ്ലീസ്റ്റ് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താ ഐ മീൻ പുറത്തുള്ള ആൾക്കാർക്ക് കുറെ സമയം കിട്ടുന്ന പോലെ, അവര് കുറെ ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ. അതായത് അവര് കുക്ക് ചെയ്യുന്നു, മീൽ പ്രെപ്പ് ചെയ്യുന്നു, വർക്ക് ഔട്ട് ചെയ്യുന്നു, നമ്മുടെ ഹോബീസിന് സമയം കണ്ടെത്തുന്നു. ഞങ്ങളിപ്പോ ഇതാണെങ്കിൽ യൂട്യൂബ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു. ഐ മീൻ നാട്ടിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാ നമുക്ക് അവിടെ നാട്ടിൽ കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഈ 2 പേര് മാത്രമൊക്കെ ആകുമ്പോൾ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്നുള്ളതിന് ഈ ഒരു ലൈഫ് സ്റ്റൈല്, ഈ ഒരു കൺവീനിയൻസ് ഡെഫിനറ്റ്ലി ഒരു റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെയ്ച്ചോറിനുള്ള നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കോരി അരി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ ഇവിടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അടുപ്പിനും ഓരോ ടെമ്പറേച്ചറും സെറ്റിങ്ങും അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും വീണ ചേച്ചിയുടെ റെസിപ്പി, വീണാസ് കറി വേൾഡിലെ വീണ ചേച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് 7 മിനിറ്റ് ഞാൻ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലില്ലാതെ വേവിക്കും. എന്നിട്ട് ആ 7 മിനിറ്റ് കഴിയുമ്പോൾ അത് കട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഇതുവരെ എനിക്ക് നല്ല ഫ്ലഫി വിട്ട് കിട്ടുന്ന നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കിട്ടുമോ നമുക്ക് നോക്കാം. ഈ അരി ഇവിടെ ജസ്റ്റ് ആവുന്നുണ്ട്, അതിനുള്ള ഒഴിക്കാനുള്ള വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്.
ആ ഗ്യാപ്പിലേക്ക് ആയി വന്ന ഉള്ളിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം അളന്നൊഴിക്കാം. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി 7 മിനിറ്റ് വിസിലിടാതെ കുക്കർ അടച്ച് മീഡിയം ഹീറ്റില്. നല്ല ഉപ്പിട്ടിട്ടില്ല കേട്ടാ. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കിയാണ് നല്ല ഉപ്പിടാത്ത സ്വാദിഷ്ടമായ. ഇവിടുത്തെ ഉപ്പിടുന്ന കണ്ടിട്ട് ആരും പേടിക്കരുത് കേട്ടോ. ഈ ഉപ്പിന് ഉപ്പില്ല, ഈ ഉപ്പിന് ഉപ്പ് കുറവാ. ഇതേ ഉപ്പ് ഞാൻ നാട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കഴിച്ചു പോകും. 7 മിനിറ്റ്. ഇതിപ്പോ മണിക്കുട്ടി ഓടുന്നു എന്നുള്ള ഫീലിംഗ് ശരിക്കും വരുന്നുണ്ട്. ആ ചിക്കൻ ആവുന്ന സമയത്തിന് നമുക്ക് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇങ്ങോട്ട് മുറിക്കാം. തൈരിട്ടിരുന്നു, അതിലേക്ക് തന്നെ നമ്മുടെ തക്കാളിയും മല്ലിച്ചപ്പും പുതിനയും. എത്ര മണിക്കൂർ തീർക്കുന്നതാണ് തോന്നുന്നത്? കറക്റ്റ് എനിക്കൊന്ന് 1 മണിക്കൂർ മതിയാവും. അതായത് ഏകദേശം നമ്മൾ നാട്ടിൽ എത്ര എടുത്തോ അതിന്റെ പകുതി സമയം കൊണ്ട് തീർക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു, ഞാനിത് അന്നയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ അന്ന പറഞ്ഞ കാര്യമാണ്, നാട്ടിലെ ചൂട്. ഐ മീൻ ഇവിടെ സമ്മർ വളരെ കുറവല്ലേ ഉള്ളൂ, 1 മാസമൊക്കെ നല്ല ചൂട് കിട്ടിയാലേ. പക്ഷെ അധികം വിന്റർ ആണല്ലോ. അപ്പൊ ഈ തണുപ്പ് ഉള്ള സമയത്ത് നമ്മൾ അത്ര ടയേർഡ് ആവില്ല. മറ്റേ നാട്ടില് നല്ല ചൂടല്ലേ, അപ്പൊ ആ ചൂടത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വേർക്കും. അതായത് ബേസിക്കലി ഞാൻ പറയുന്നത് തന്നെ ഇതെല്ലാം നമ്മള് ടയേർഡ് ആക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളൊരു കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്കപ്പോ കുറെ അധികം സമയം വേണ്ടി വരും. അല്ലെങ്കിൽ കുക്കിംഗ് കഴിയുമ്പോൾ നമ്മൾ ടയേർഡ് ആയിപ്പോ പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ നേരമില്ല, അല്ലെങ്കിൽ ഒരു മനസ്സില്ല. അപ്പം ഇവിടെ ഡെഫിനറ്റ്ലി ചൂട് കുറവുള്ളതും കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുക്കിങ്ങിന്റെ കൂടെ ക്ലീനിങ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ലേ, അതായത് ഇവിടെ കുറെ പാത്രമില്ല. നാട്ടിൽ നമുക്ക് ഒരു 10,000 പാത്രം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഒന്നെടുത്ത് ഓക്കെ അടുത്തതിന് വേറെ എടുക്കും, അടുത്തതിന് വേറെ എടുക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കൂടെ ഒരു 20-25 പാത്രം കാണും, അല്ലെ അതിനേക്കാളും കുറവ്. ഐ മീൻ ഇതെല്ലാം കൂടെ പ്ലേറ്റ് അടക്കമാണേ പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കഴുകിയാലേ അടുത്തതിന് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കുക്കിംഗ് കഴിയുമ്പോഴത്തേക്കും ഈ സിങ്കിൽ ഒരു ഫൈലങ്ങ് കൂടുന്ന പരിപാടി ഇല്ല. അത് അപ്പൊ കഴുകി അത് കഴിയും. കുക്കിംഗ് കഴിയുന്നതോട് കൂടെ തന്നെ നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിയുന്നുണ്ട്. അപ്പൊ ഇനി അത് രണ്ടും അവിടെ ഇരുന്ന് ആവുന്ന സമയത്ത് ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ്. ആ ഒരു ടൈമിൽ നമുക്കൊരു ചമ്മന്തിയും കൂടെ വയ്ക്കാം. അപ്പൊ ഇതൊരു 7 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്ക് നമ്മുടെ കുക്കർ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി. പിന്നെ ഈ ബിരിയാണിയുടെ മെയിൻ ഐറ്റം ഈ മറ്റേ പൊരിച്ച ഉള്ളി, അതെനിക്ക് അമ്മ അവിടെ നേരത്തെ പൊരിച്ചു വെച്ച് തന്നിരുന്നല്ലോ. അതുകൊണ്ട് ഞാനും ഓൾറെഡി പൊരിച്ചു വെച്ചാണ് എടുത്തത്. ഈ സമയം ഞാൻ അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതും ഗരം മസാലയും കൂടെ ഞാൻ ചേർത്തു കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു നാടൻ തലശ്ശേരിയാണോ മലബാറാണോ എനിക്കറിയില്ല, കൈമ റൈസ് വെച്ചിട്ടുള്ള നമ്മുടെ ദം ബിരിയാണി ഇല്ലേ, ദം ചെയ്യുമോന്ന് എനിക്കുള്ളത് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ നിറമായിട്ടുണ്ട്. നമുക്ക് നിങ്ങള് ലവിങ് ഇറ്റ്. 1:30 ആയപ്പോഴത്തേക്കും നമ്മുടെ റൈസ്, ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു എന്റെ റൈസ് റെഡിയായി. ഒന്ന് ഇളക്കി ഞാൻ കാണിച്ചു തരാം. നല്ല പൂക്കോരത്ത് നെയ്ച്ചോറ്, നെയ്യ് കുറവുള്ള നെയ്ച്ചോറായിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്തത് കൂടുതൽ അടിപൊളിയായി കിട്ടും. നമ്മുടെ ചിക്കനും റെഡി. ചിക്കൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഞാൻ അവനിൽ വെച്ചിട്ടാണ് ദം ചെയ്യാറ്. ഇതൊരു ലെയർ ആക്കിയിട്ട്, കാരണം എനിക്ക് അത്രയും വലിയ നാട്ടിലുള്ള പോലത്തെ പാത്രം ഇവിടെ ഇല്ല. അപ്പൊ ഞാനിതൊരു ട്രേയില് ഇത് ലെയർ ആക്കിയിട്ട് ഞാനിത് അവനിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ് ദം ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ, അതായത് നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ എനിക്ക് 2 മണിക്കൂർ വേണം. ഇവിടെ എനിക്ക് ഏകദേശം 1 മണിക്കൂറിൽ. പിന്നെ അന്ന് എനിക്ക് ശരിക്കും അമ്മ വളരെ ഹെൽപ്ഫുൾ ആണല്ലോ, അമ്മ അവിടെ ഉണ്ടല്ലോ. അമ്മ ഉണ്ടായിരുന്നിട്ട് കൂടിയാണ് 2 മണിക്കൂർ. അതിൽ എന്നെ ഉള്ളി മുറിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. എന്നാലും കൂടെ 1 മണിക്കൂറിനകത്ത് ഇപ്പൊ 1:33, 1 മണിക്കൂർ 3 മിനിറ്റിൽ നമ്മളൊരു ഏകദേശം ഒരു ബിരിയാണി റെഡിയാക്കി ഇരിക്കുകയാണ്. ഞാൻ ഇതിന് ടേസ്റ്റ് നോക്കാൻ മറന്നിരിക്കണു. ഉപ്പുണ്ടോ കഴിക്കാൻ പറയാല്ലേ. പിന്നെ ഇതിന്റെ ഇടയിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഗരം മസാലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
മലബാർ ബിരിയാണി ഇസ് റെഡി ഇൻ ആംസ്റ്റർഡാം. ബിരിയാണി റെഡി. അങ്ങനെ നമ്മുടെ ബിരിയാണി ആയിരിക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, നമുക്ക് അതിനുള്ള ഇത് നന്നായി എന്നുള്ള റിവ്യൂ കൂടെ കിട്ടുള്ളൂ. അപ്പൊ അതിലാണ് റിവ്യൂ ചെയ്യാൻ പോണെ. പപ്പടം എങ്ങനെയുണ്ട്? പപ്പടമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് വളരെയധികം വൈകി. അപ്പൊ ഈ പപ്പടം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമൊക്കെ ഇങ്ങനെ പടവളായിട്ടുണ്ട്. നാട്ടിൽ കഴിച്ച ബിരിയാണിന്റെ അന്ന് റൈസ് അന്ന് നല്ലതൊക്കെ തന്നെയായിരുന്നു, പക്ഷെ ഇന്നത്തെ റൈസാണ് കുറച്ചുകൂടെ നന്നായത്. കുറച്ചുകൂടെ വിട്ട് നിൽക്കുന്നുണ്ട് റൈസ്. ഒന്നരയില്ലേ, മണവും കൊള്ളാം, കാണാനും കൊള്ളാം. നാട്ടിൽ ഉണ്ടാക്കിയതിനേക്കാളും നന്നായിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം എനിക്ക് ഇവിടത്തെ കറക്റ്റ് ആയിട്ട് അറിയാലോ. ഇപ്പൊ നാട്ടിലിപ്പോ കുറെ കാലമായിട്ട് പോയിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സമയത്തും എത്ര തീ വേണം, എത്ര സാധനം വേണം, എത്ര അളവ് വേണം, അതൊക്കെ ഒന്നും പാത്രമൊക്കെ മാറുമ്പോൾ ഒരു വ്യത്യാസം വരും. ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു എന്റെ ഇവിടുത്തെയാണ് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം ഈ വീഡിയോ വാസ് അബൌട്ട് എന്താ, നമുക്ക് ഇങ്ങനെ കുറച്ചെങ്കിലും ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ കുറെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയർ ആണ്, അല്ല ഇവിടെയുള്ളവർ കുറേം കൂടെ പ്രൊഡക്റ്റീവ് ആണ്, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അത് സത്യമാണ്, പ്രൊഡക്റ്റീവ് അല്ല എന്നല്ല. കാരണം ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടുത്തെ ഡച്ചുകാരാണെങ്കിൽ പോലും അവര് ഫുഡിലൊക്കെ ഭയങ്കര ബെയർ മിനിമം ആണ്. അവര് ഉച്ചയ്ക്കൊക്കെ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ആണ് അല്ലെ, പീനട്ട് ബട്ടറും സാൻഡ്വിച്ചും. അപ്പൊ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് അവർക്ക്, നമുക്ക് ഫുഡ് ഒരു വികാരമാണല്ലോ, ഇവർക്ക് ഫുഡ് ഒരു വികാരമല്ല. അപ്പൊ അവര് ജസ്റ്റ് സർവൈവലിന് വേണ്ടി ഭക്ഷണം ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ കുറെ സമയമുണ്ട്. അപ്പൊ അതേ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ നമ്മൾ ശ്രമിക്കും, കാരണം ഇവിടെ താമസിക്കുമ്പോ. അപ്പൊ നമ്മള് കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട് ഇതിപ്പോ ഒരുമാതിരി മറ്റൊരു കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ ആയി പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒന്ന് സാധനങ്ങളുടെ റെഡി ടു കുക്ക് അവൈലബിലിറ്റി. അതെ, നമ്മൾ ഈ റോ ആയിട്ട് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോ തേങ്ങ വറപ്പിച്ച്, തേങ്ങ ഒരിച്ച്, തേങ്ങ ചിരവണ്ട കാര്യമില്ല, അങ്ങനത്തെ തേങ്ങ പൊട്ടിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നേരെ പാക്കറ്റിൽ കിട്ടും. ഐ മീൻ നമ്മൾ അതിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ പൈസ കൊടുത്ത് അത് വാങ്ങിക്കാൻ പറ്റുന്നത്. പിന്നെ കിച്ചന്റെ ഒരു മോഡുലാർ കിച്ചൺ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ പോലും നമ്മളൊരു ഫാമിലി ഓഫ് 4 ആണെങ്കിൽ ആ 4ന് വേണ്ട ഒരു സൗകര്യം വെച്ചിട്ടാണ്. അല്ലാണ്ട് നാളെ ഒരു 10,000 ഗസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടുള്ളതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ ഒരു മോഡുലാർ കിച്ചൺ റിയലി ഹെൽപ്സ്. കാരണം നമ്മൾ കിച്ചണിൽ ഓടി നടന്ന് ആ ഒരു സമയം കളയുന്നില്ല. നിന്നിടത്ത് നിന്ന് നമുക്ക് ഒരു മെക്ഡിയിലോ ബർഗർ കിങ്ങിലോ കിച്ചൺ പോലെ നമുക്ക് വർക്ക് ചെയ്യാം. കിച്ചൺ സ്പേസ് നന്നായി ഓപ്റ്റിമൈസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ബെയർ മിനിമം ഫുഡ് സ്റ്റെപ്സ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുള്ളൂ. സാധനങ്ങളൊക്കെ അടുത്തടുത്താണ്. അതായത് നമ്മൾ ഒരു നിൽക്കുന്ന നിപ്പ തന്നെ നമുക്ക് ഫ്രിഡ്ജ് എത്തും, വാഷ് ബേസിൻ എത്തും, അടുപ്പിലേക്ക് എത്താൻ പറ്റും, പിന്നെ ഓവനിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ആ ചെറിയ സ്പേസിലാണെങ്കിലും അവിടെ വന്നിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേ എർഗണോമിക്സ്, ഹൈറ്റ്, അതായത് നമ്മുടെ കിച്ചണിന് നമ്മുടെ പെർഫെക്റ്റ് ഹൈറ്റില്, ഇപ്പൊ ഡച്ചാറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ പോലും എനിക്ക് ഈ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ഹൈറ്റിലാണ് പാത്രം വെച്ചിട്ട് നമുക്ക് ഇളക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളത് നല്ല ഇമ്പോർട്ടന്റ് അല്ലേ. അതും ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ എർഗണോമിക് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് പെരുമാറാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് കിച്ചണില്. നാട്ടില് ഞാൻ കിച്ചൺ ഉണ്ടാക്കിയ ടൈമില് ഞാൻ അതിലധികം അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർക്ക് തോന്നിയ സൈസിൽ ഉണ്ടാക്കി പോയി. നല്ല ഹൈറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു, ആ നല്ല ഹൈറ്റിൽ ചെയ്തു. പക്ഷെ ആ ഹൈറ്റിൽ നമ്മൾ വാഷ് ബേസിൻ വെക്കുമ്പോൾ അങ്ങ് ഉള്ളിലോട്ട് വാഷ് ബേസിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. കുറച്ച് എഡ്ജിലോട്ടായിരിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മൾ ഫുൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഈസിനെസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദ മെയിൻ കാര്യം, ചൂട്. നമ്മൾ സാധാരണ ഞാൻ നാട്ടിലൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ വേർത്തൊലിച്ച് വയ്യാണ്ടാവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ എങ്ങനെയാണ് കുക്കിംഗ് തുടങ്ങിയത് അതേ അവസ്ഥ തന്നെ. കാരണം ഇവിടെ അകത്ത് 14 ഡിഗ്രിയാണ്. അപ്പോ ആ ഒരു വ്യത്യാസമൊക്കെ കൊണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കുക്കിംഗ് ഇസ് വേ മോർ ഈസിയർ ഹിയർ ദാൻ ബാക്ക് അറ്റ് ഹോം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബിരിയാണി ഞങ്ങള് തട്ടട്ടെ കേട്ടോ, വിശക്കുന്നുണ്ട്. ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ Bye.